മസ്തിഷ്കത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉപകരണമാണ് EEG എന്ന് പറയുന്നത്. EEG എന്നാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാഫിയാണ് നമ്മൾ മസ്തിഷ്കത്തിൻ്റെ പല പ്രവർത്തനങ്ങളും പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 1924 ഹാൻസ് ബർഗർ എന്ന ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഈ വിദ്യ വികസിപ്പിച്ചെടുത്തത്. അതിനുശേഷം EEG വളരെ വ്യാപകമായിട്ട് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു വരുന്നു. ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ്, മസ്തിഷ്കത്തിന്റെ ഓരോ മേഖലയുടെയും പ്രവർത്തനം എങ്ങനെ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കുന്നു എന്നത് പഠിക്കാനാണ് ഈ ഉപകരണത്തിന്റെ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിൽ വലിയൊരു അതിശയം, എങ്ങനെയാണ് EEG സിഗ്നൽസ് ന്യൂറോൺസിൽ ഉണ്ടാക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കിന്നും വളരെ വ്യക്തമായിട്ടുള്ള ധാരണകളില്ല. ഇതിനെക്കുറിച്ച് മാൽക്കം എക്സ് കോഹൻ 2017 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് EEG സിഗ്നൽസ് എങ്ങനെ രൂപപ്പെടുന്നു, അതിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇനിയും നമ്മൾ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തേണ്ടതും അറിവുകൾ നേടേണ്ടതും ആണ് എന്നാണ്. നമുക്കറിയാം ഈ EEG സിഗ്നൽസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സിഗ്നലുകളാണ്. ഇലക്ട്രിക് ആക്ടിവിറ്റിയുടെ ഒരു തെളിവായിട്ടാണ് നമ്മൾ EEG സിഗ്നൽസിനെ കാണുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലുകളുടെ വ്യതിയാനം. ഇലക്ട്രിക് പൊട്ടൻഷ്യലുകൾ മസ്തിഷ്കത്തിലെ ന്യൂറോൺസിന്റെ മെമ്പറൈനിൽ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ധരിക്കുന്നത്. വളരെ ചെറിയ ഒരു ചാർജ് ആയതുകൊണ്ട് അത് നമ്മൾ ഒരു സിംഗിൾ സെല്ലിൽ, ഒരു ഇൻഡിവിജ്വൽ സെല്ലിൽ നമുക്കത് കാണാൻ സാധിക്കില്ല. നമുക്കതൊരു കൂട്ടമായിട്ട് ലക്ഷക്കണക്കിന് ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങളാണ് EEGയുടെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സെല്ലുലാർ ലെവലിൽ, കോശത്തിന്റെ ആ ഒരു തലത്തിൽ വന്നിട്ട് EEGയെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് മൈക്കിൾ കോഹൻ പറയുന്നത്. ഈ EEG സിഗ്നലുകൾ ബ്രെയിനില് ഒരു ആന്തോളനം, ഓസിലേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. പ്രപഞ്ചത്തിന്റെ ആന്തോളനങ്ങള്, ബ്രെയിനിന്റെ ആന്തോളനങ്ങള്, ഓസിലേഷനുകളെ കുറിച്ച് പരക്കെ നമ്മൾ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതില് ചില സിമെട്രികളുണ്ട്, ഇതില് ചില സാമ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആന്തോളനങ്ങളെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കാൻ ഇന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ ആന്തോളനങ്ങൾ ഇവന്റ്സ് പെർ സെക്കൻഡ് എന്നടയാളപ്പെടുത്തുന്ന ഹെർട്സിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പം ഹെർട്സ് എന്ന് പറയുന്ന ആ യൂണിറ്റിൽ മെഷർ ചെയ്തിട്ട് ഈ ആന്തോളനങ്ങളെ, ഈ ഓസിലേഷൻസിനെ ബ്രെയിൻ വേവ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കാണുന്നു. അത്തരം ബ്രെയിൻ വേവുകളെ നമ്മൾ ഡെൽറ്റ, തീറ്റ, ആൽഫ, ബീറ്റ, സിഗ്മ, ഗാമ എന്നുള്ള ബ്രെയിൻ വേവ് ആയിട്ട് നമ്മൾ വേർതിരിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ വേർതിരിച്ച് പഠിച്ചിട്ട് നമ്മുടെ ഓരോ ചലനവും, നമ്മുടെ മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മാനസികമായിട്ടുള്ള ചലനങ്ങൾ എങ്ങനെ ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഇലക്ട്രിക് സിഗ്നൽസ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ സിഗ്നലുകളെ, ഈ റെക്കോർഡിങ്ങുകളെ നമ്മൾ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ ഒരു പ്രശ്നമായിട്ട് മാറും. നമുക്കറിയാം, നമ്മുടെ കോശത്തിലെ ഊർജം ഉൽപ്പാദിക്കുന്ന ഓർഗനൽ, അവയവം എന്ന് പറയാവുന്ന കാര്യം മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതും നിലനിർത്തുന്നതും. ഈ ഊർജം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. പ്രോട്ടോൺ കണങ്ങളുടെ ചലനത്തിലാൽ നിർമ്മിക്കപ്പെടുന്നതാണ് ഈ ഊർജം അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഒരു മൈറ്റോകോൺട്രിയ, അതിന്റെ ഉള്ളിലെ മെംബ്രെയിനുകളിലാണ് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് നിർമ്മിക്കുന്നതും നിലനിർത്തുന്നതും. ഇത് അനസ്യൂതമായിട്ട് നമ്മുടെ ഓരോ സെല്ലിലും, നമ്മുടെ മൈറ്റോകോൺട്രിയ ഉള്ള ഏതൊരു സെല്ലിലും നമുക്ക് നിരന്തരം കാണാം. ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളിൽ ആണ് ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ ഉള്ളത്. നമ്മുടെ മസിലിന്റെ കോശങ്ങളിൽ, നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണിന്റെ കോശങ്ങളിൽ
എല്ലാം തന്നെ ധാരാളം ഒരു കോശത്തിൽ ധാരാളം മൈറ്റോകോൺട്രിയ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ന്യൂറോൺ കോശത്തിനുള്ളിൽ ഏതാണ്ട് 2 മില്യൺ മൈറ്റോകോൺട്രിയ ഉള്ളതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൈറ്റോകോൺട്രിയ അതിനുള്ളിലെ മെംബ്രെയിനുകൾ വളരെ ഇടുങ്ങി വളരെ ക്ലോസ് ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് അത് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഈ മെംബ്രെയിനെ നമ്മൾ അടിച്ചു നൂത്തു കഴിഞ്ഞാൽ ഒരു കോശത്തിന്റെ മുഴുവൻ മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിൻസ് ഏതാണ്ട് 4 ഫുട്ബോൾ ഫീൽഡിന് അത്ര വ്യാപ്തി വരും എന്നാണ് പ്രശസ്തനായിട്ടുള്ള ബയോകെമിസ്റ്റ് നിക് ലെയ്ൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകം ദ ട്രാൻസ്ഫോമർ എന്ന പുസ്തകത്തിന്റെ ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുന്ന ശാസ്ത്രജ്ഞനാണ് നിക് ലെയ്ൻ. അദ്ദേഹം പറയുന്നത് ഈ മൈറ്റോകോൺട്രിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി വലിയ ശക്തിയുള്ള ഒരു ചാർജാണ്. ചെറിയ സൈസുള്ള കോശമായതുകൊണ്ട് നമ്മളത് അനുഭവിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മള് ആ കോശത്തിന്റെ തലത്തിൽ ചുരുങ്ങി ഒരു മോളിക്യൂളിന്റെ അത്രയും സൈസായി കഴിഞ്ഞാൽ ഏതാണ്ട് 30 മില്യൺ വോൾട്ട് ശക്തിയുള്ള ഒരു ഇടി മിന്നല് ഏൽക്കുന്ന പോലെ ഉള്ള ഒരു പ്രഹരമായിരിക്കും ആ മൈറ്റോകോൺട്രിയയിലെ ഇലക്ട്രിക് ചാർജിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും ചെറിയ ഒരു കോശത്തില് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ജനറേഷനാണ് നിരന്തരം അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം ഈ ഇലക്ട്രിക് പ്രവാഹം തുടർന്നുകൊണ്ടിരിക്കും. അത് നിലയ്ക്കുമ്പോഴാണ് മരണം എന്നുള്ള അവസ്ഥ സംജാതമാകുന്നത്. ബ്രെയിനിലെ ഈ EEG സിഗ്നൽസ് അതും ഈ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനമാകാം എന്നാണ് നിക് ലെയ്ൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. അങ്ങനെയാണെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തനം എന്നുള്ളത് ഒരു ഫീൽഡിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രവർത്തനമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പഠനങ്ങൾ പോകേണ്ടി വരും. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഭൗതിക ശാസ്ത്രത്തിൽ ആദ്യമായിട്ട് ധാരണകൾ ഉണ്ടാക്കി തന്നത് മാക്സ്വെൽ ഇക്വേഷൻസ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അത് വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. 1873 ജെയിംസ് സ്റ്റുവർട്ട് മാക്സ്വെൽ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങുന്നത്. പിന്നീട് ഇത് എക്സ്പെരിമെന്റൽ ആയിട്ട് നമ്മൾ പല പ്രൂഫുകളും മാക്സ്വെൽ ഇക്വേഷനെ സാധൂകരിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഫിസിക്സിനെ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തെ അറിയുന്നതിന്, പ്രപഞ്ചത്തെ അറിയുന്നതിന്, പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും അറിയുന്നതിന് ഈ ഫീൽഡ് എന്നുള്ള ഒരു സംജ്ഞയിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. മാക്സ്വെൽ മുന്നോട്ട് വച്ചിട്ടുള്ള ആ കാലഘട്ടം മുതൽ ഫീൽഡ് എന്നുള്ള ഒരു സംജ്ഞ, ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മളെല്ലാം ഒതുക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം വ്യാപിക്കാൻ ശ്രമിക്കുന്നത്. ബയോളജിയിലും ഈ ഫീൽഡിന്റെ ഒരു സംജ്ഞ, ഈ ഫീൽഡിന്റെ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എന്നാണ് ഇന്ന് ശാസ്ത്രജ്ഞര് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ 21-ാം നൂറ്റാണ്ടിലെ ബയോളജി, ജീവശാസ്ത്രം നമ്മുടെ ഘടനയെ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡുകൾ രൂപീകരിക്കുന്നു, അതിനെങ്ങനെ അത് നിലനിർത്തുന്നു, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഓരോ മാനസിക ചലനത്തെയും, നമ്മുടെ ഭൗതികമായിട്ടുള്ള ബിഹേവിയറിനെ പോലും എങ്ങനെ ഇലക്ട്രിക് ഫീൽഡുകൾ സ്വാധീനിക്കുന്നു, അത് എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളതിലേക്ക് പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുകയാണ്. EEG കുറിച്ച് മനസ്സിലാക്കുന്നതിനും EEG തരുന്ന ഇൻഫർമേഷൻ, അത് തരുന്ന വിവരണം എന്താണ് എന്ന് ഗ്രഹിച്ചെടുക്കുന്നതിനും ഈ പുതിയ നിഗമനങ്ങൾ, ഈ പുതിയ അറിവുകൾ ഒരുപാട് സഹായകരമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.